ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് ഫ്ലോസ്. എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച 19-ാം തീയതി നാളെയാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് എൻ്റെ ഉണ്ണിയുടെ 40, എൻ്റെ താത്താടെ മോളുടെ 40 കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ നോമ്പിലൊക്കെ ആയിരുന്നു 40 വന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചതാണ് കേട്ടോ. നോമ്പിലായതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൾക്ക് 3 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അവളുടെ 40 ഉണ്ണിയുടെ 40. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടണം. ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. അപ്പം എൻ്റെ ഫ്രണ്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നാളേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്തായാലും ഇതൊരു പ്രിപ്പറേഷൻ്റെ വ്ളോഗാണ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അവരെത്തും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. വീഡിയോയിലിട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ. നേരെ വീഡിയോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ചിന്നത്തെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഫംഗ്ഷന് ചോറ് വയ്ക്കാനുള്ള ഭക്ഷണം വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി വൈകുന്നേരം ഉണ്ടോ ക്ലീൻ ചെയ്യാം. നമ്മളിതാ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എക്ലെയറിൻ്റെ ഓറഞ്ച് ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മളിത് കണ്ടില്ലേ, നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ഓരോരോ കാർഡുകളൊക്കെ അടിക്കില്ലേ വെഡ്ഡിങ്ങിനൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റ് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെച്ചടിച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചോക്ലേറ്റൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വന്നിട്ട് ആദ്യം തന്നെ എൻ്റെ താത്താക്കാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. ഉണ്ണി ഉറങ്ങണതുകൊണ്ട് അവളാണ് കേട്ടോ ഫസ്റ്റ് ഇട്ടത്, താത്തേൻ്റെ ഇട്ടത്. അതിന് ശേഷം പിന്നെ അവിടെ എന്താണ് സാധനങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരം തന്നെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് താത്താക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടാണ്ടോ പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടത്. പിന്നെ ഞാനിങ്ങനെ ഇട്ടത് രണ്ടിലും ഒരു പുറത്താണ് കേട്ടോ നമ്മൾ ഇട്ടത് മൈലാഞ്ചി. എൻ്റെ ഫ്രണ്ടിനെയൊക്കെ ഞാൻ അവളുടെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹാളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ ഊതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും നാളെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഇതൊക്കെ നോക്കണം കേട്ടോ. അച്ചാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ചോറും സാമ്പാറും കേട്ടോ കൊടുക്കുന്നത് രാത്രിക്ക്. പിന്നെ ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് ചിന്താൻ്റെ വീട്ടിൽ മറ്റേ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ അതൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ അതുപോലെ ഞങ്ങളൊരു സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും അങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് നമുക്കൊരു മാരേജ് ഫംഗ്ഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഡെക്കറേറ്റൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഹാളിൽ ബലൂൺ മാത്രം, ഹാളിൽ ഒരു 3 സൈഡ് ബലൂണ് 3 ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, ഇപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓരോ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ഹാളിൽ ഉണ്ണിനെ എഴുതിച്ചു കേട്ടോ. അപ്പോൾ ഉമ്മ കുറച്ച് തിരക്കായതുകൊണ്ട്, താത്തയും തിരക്കായതുകൊണ്ട് ഉണ്ണിനെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ വന്നിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ട്യൂസ്ഡേ എന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്യൂസ്ഡേ കഴിഞ്ഞ പ്രാവശ്യം ട്യൂസ്ഡേ വെക്കാനാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഡേറ്റ് ഞങ്ങൾ മാറ്റി. പക്ഷേ അതിൽ മറ്റേ ഏത് ദിവസം എന്നുള്ളത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ താത്ത സ്റ്റിക്കർ വെച്ചിട്ട് സാറ്റർഡേന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.